പല കുട്ടികളും നമ്മൾ കാണാൻ വളഞ്ഞ് നടക്കുന്നത്. ഇതിന് കണ്ടീഷൻ പറയുന്നത് സ്കോളിയോസിസ് ആണ്. യൂഷ്വലി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കുറേ ഉണ്ട്. അതായത് സർജറി കൂടാതെ ബെൽറ്റ്, റെസ്റ്റ്, ഒബ്സർവേഷൻ, എക്സസൈസ് ഒക്കെ. ചില ആൾക്കാർക്ക് അത് കൂടുന്നുണ്ടെങ്കിൽ സർജറി ചെയ്തിട്ട് തന്നെ കറക്ഷൻ ചെയ്യേണ്ടി വരാറുണ്ട്. നമ്മൾ ഒ പിയിൽ കാണുമ്പോൾ തന്നെ പാരൻസ്, അതായത് അവർക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്, ഡൗട്ട്സ് ഉണ്ടാവും. അതായത് സ്കോളിയോസിസിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അതായത് സർജിക്കലായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ എന്തൊക്കെ ബുദ്ധിമുട്ട് വരും, അത് നടക്കാൻ പറ്റുമോ, നമ്മളെ ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുമോ, സ്കൂളിൽ പോകാൻ പറ്റുമോ, പ്രഗ്നൻസി റിലേറ്റഡ്, മാരേജ് റിലേറ്റഡ് ഇഷ്യൂസൊക്കെ ചോദിക്കാറുണ്ട്. സോ ഈ സ്കോളിയോസിസ് സർജറി ചെയ്തതിനെ കൊണ്ട് നമുക്ക് മാരേജ് ഇഷ്യൂസോ ഡെയിലി ആക്ടിവിറ്റീസോ സ്കൂളിൽ പോകാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. നോർമലായിട്ട് നമുക്കിതെല്ലാം ചെയ്തു പോകാൻ പറ്റും. സർജറി പണ്ടത്തെ പോലെ അങ്ങനെ കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയറൊന്നും അല്ല. ഇപ്പോൾ നമുക്ക് സർജറി കഴിഞ്ഞാലും യൂഷ്വലി നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തെ ദിവസം മൊബിലൈസേഷനും കാര്യങ്ങളൊക്കെ എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇൻട്രോ അപ്പോൾ അതായത് സർജറി ചെയ്യുന്ന സമയത്തും കോംപ്ലിക്കേഷൻ വരാണ്ടിരിക്കാൻ നമുക്ക് നല്ല നല്ല ലേറ്റസ്റ്റ് ആയ ഗാഡ്ജറ്റ്സും ന്യൂറോ മോണിറ്ററിങ് ഡിവൈസ് വെച്ചിട്ടാണ് നമ്മൾ സർജിക്കലായിട്ട് ചെയ്യാറ്. സോ നിങ്ങളെ ഫാമിലി ഇങ്ങനത്തെ ലക്ഷണങ്ങളോ അങ്ങനത്തെ ഇഷ്യൂസ് കാണുന്നുണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ കണ്ടുപിടിച്ച് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് ഏറ്റവും നല്ലത്.